അനീഷ് പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന വൃത്തിയുള്ള അനീഷിന്റെ വിങ്, ആ മറ്റേ ക്യാപ്പ് ഉണ്ടല്ലോ, ആ സാധനം അനീഷ് കുളിക്കാൻ പോയപ്പോൾ ആരോ അടിച്ചോണ്ട് പോയി. അപ്പൊ ഇന്നലെ എന്നിട്ട് വേറൊരു മുഷിഞ്ഞ സാധനം അവിടെ കൊണ്ടിട്ടിട്ടാണ് ഇത് എടുത്തോണ്ട് പോകുന്നത്. അനീഷ് അത് കാരണം ഇടാതെ നടന്നു. ഇന്നലെ മീറ്റിംഗിൽ എല്ലാവരും ഇതെടുത്ത് പറഞ്ഞു. പിന്നെ പാവം പോയിട്ട് അതിനെടുത്തുകൊണ്ടൊന്ന് വൃത്തിയായിട്ട് കഴുകി ഉണങ്ങാനായിട്ട് ഇന്ന് മുറ്റത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏറെക്കുറെയൊക്കെ ഒന്ന് ഉണങ്ങിയപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ റോള് കാണിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ അത് എടുത്തുകൊണ്ട് അനീഷിന്റെ കൊടുത്തിട്ട് ഇതിടൂ അനീഷ്, ഇല്ലെങ്കിൽ നമുക്ക് പോയിന്റ്സ് പോവും അനീഷ് എന്നൊക്കെ പറഞ്ഞു. ആര് ഇന്നലെ മുട്ടയടിക്കാതെ 1000 പോയിന്റ് കളഞ്ഞ അതേ ആള് നമ്മൾ ആര്യൻ. അപ്പൊ അനീഷ് പറഞ്ഞില്ല, അത് എവിടാണോ ഇരുന്ന് അവിടെ കൊണ്ട് ഇട്ടാൽ മതി, ഞാനാണത് കഴുകി അവിടെ ഇട്ടത്, എനിക്കറിയാം അത് ഉണങ്ങുമ്പോൾ എടുത്തിടാൻ വേണ്ടി. ഇപ്പൊ നീ കൊണ്ട് പറയുമ്പോൾ ഇടാൻ എനിക്ക് പറ്റൂല. ക്യാപ്റ്റൻ എല്ലാ അധികാരവും ഉപയോഗിച്ച് പറഞ്ഞു നോക്കി, ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു നോക്കി. അനീഷ് ഒരു ഇഞ്ച് ഒരു രക്ഷയില്ല കേട്ടോ. അനീഷിനെ സമ്മതിച്ചേ പറ്റൂ, ആ വിൽ പവർ സമ്മതിച്ചേ പറ്റൂ. വെറുതെ ഷോ ഓഫ് ഇറക്കല്ല, എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അനീഷിനെ പോയിട്ടേ ഉള്ളൂ. എന്ത് വന്നാലും അനീഷ് കുലുങ്ങൂല കേട്ടാ, കല്ല് പോലെ തന്നെ അങ്ങ് നിൽക്കും. അപ്പം ക്യാപ്റ്റൻ അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവസാനം അടവെന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നവരടുത്ത് പോയി ചോദിച്ചാൽ, അല്ല ഇത് ഉണങ്ങിയില്ലേ, നിങ്ങൾ നോക്ക് ഇത് നല്ല ഉണങ്ങിയില്ല. അപ്പോൾ ഷാനവാസം ഇത് അടിപൊളിയായിട്ട് ഉണങ്ങിയല്ലോ, ഒണിയില്ല ഇത് ഉണങ്ങിയല്ലോ. അപ്പോൾ അക്ബർ ഇല്ലടാ കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്, അത് നമ്മൾ ആരും ഇഷ്ടപ്പെട്ടില്ല, മറ്റേ ഓവറാക്കല്ലേ നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഈ സാധനം കൊണ്ടുവന്ന് വീണ്ടും ആള് പുറത്തുപോയി ഉണങ്ങാനായിട്ട് ഇട്ടു. ശരിക്കും അത് കോളറിന്റെ ഭാഗമൊന്നും നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. പക്ഷെ ഞാനിവിടെ ആലോചിക്കുന്ന അനീഷിന്റെ ആ ഒരു വിൽ പവറാണ്. ഓവറായിട്ട് കിടന്നുള്ള ഒച്ചപ്പാട് ബഹളവും ഇല്ല, അല്ലെങ്കിൽ അഗ്രസീവ് ആവുന്നില്ല. പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള വിൽ പവർ ഉണ്ട്. ശരിക്കും ക്യാപ്റ്റൻ ചമ്മിപ്പോയി. സീരിയസ്ലി ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.